നമ്മളിൽ പലരും ചർമ്മ പ്രശ്നങ്ങളുമായി മല്ലിടുന്നവരാണ് അല്ലേ? ചിലപ്പോൾ ചൊറിച്ചിൽ, ചുവന്ന പാടുകൾ, അണുബാധകൾ. ഇതിനൊക്കെ നമ്മൾ പെട്ടെന്ന് ഓടിപ്പോയി വാങ്ങുന്ന ഒരു മരുന്നുണ്ട്. ഒരു പക്ഷേ നിങ്ങളുടെ മരുന്ന് ഷെൽഫിൽ തന്നെ ഉണ്ടാവും ഈ താരം, ബെറ്റ്നോവേറ്റ് GM ഓയിന്റ്മെന്റ്. ഇന്ന് നമ്മൾ ഈ ഓയിന്റ്മെന്റിനെ കുറിച്ചാണ് വിശദമായി സംസാരിക്കാൻ പോകുന്നത്. ഒരുപാട് പേർക്ക് ഇതിനെക്കുറിച്ച് സംശയങ്ങളുണ്ട്. ഇത് എന്തിനാണ് ഉപയോഗിക്കുന്നത്? എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത്? എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ? ഇതിനെല്ലാം നമ്മൾ ഇന്ന് ഉത്തരം കണ്ടെത്തും. അപ്പോൾ ഒട്ടും സമയം കളയാതെ തുടങ്ങാം. എന്താണ് ഈ ബെറ്റ്നോവേറ്റ് GM ഓയിന്റ്മെന്റ് എന്ന് ആദ്യം നോക്കാം. ഇതൊരു ഒറ്റ മരുന്നല്ല, 3 വ്യത്യസ്ത ഘടകങ്ങൾ ചേർന്ന ഒരു കോമ്പിനേഷൻ മരുന്നാണ്. ബെറ്റാമെഥാസോൺ. ഇതൊരു കോർട്ടിക്കോസ്റ്റിറോയിഡ് ആണ്. അതായത് നമ്മുടെ ചർമ്മത്തിലുണ്ടാകുന്ന വീക്കം, ഇൻഫ്ലമേഷൻ, ചൊറിച്ചിൽ, ചുവന്ന പാടുകൾ എന്നിവ കുറയ്ക്കാൻ ഇത് സഹായിക്കുന്നു. അലർജി കൊണ്ടോ മറ്റ് കാരണങ്ങൾ കൊണ്ടോ ഉണ്ടാകുന്ന ചർമ്മ പ്രശ്നങ്ങൾക്ക് ഇത് വളരെ ഫലപ്രദമാണ്. ജെൻഡാമൈസിൻ. ഇതൊരു ആന്റിബയോട്ടിക് ആണ്. ബാക്ടീരിയൽ അണുബാധകളെ ചെറുക്കാൻ ഇത് സഹായിക്കുന്നു. ചർമ്മത്തിൽ മുറിവുകളോ പൊട്ടലുകളോ ഉണ്ടാകുമ്പോൾ ബാക്ടീരിയ കയറാനുള്ള സാധ്യതയുണ്ട്. അത്തരം സാഹചര്യങ്ങളിൽ ജെൻഡാമൈസിൻ ഒരു രക്ഷകനാണ്. മൈക്കോണസോൾ. ഇതൊരു ആന്റിഫംഗൽ മരുന്നാണ്. ഫംഗസ് മൂലമുണ്ടാകുന്ന അണുബാധകളെ ഇല്ലാതാക്കാൻ ഇത് സഹായിക്കുന്നു. അതുകൊണ്ട് റിംഗ്വോം പോലുള്ള ഫംഗൽ ഇൻഫെക്ഷനുകൾക്കും ഇത് പ്രയോജനകരമാണ്. അപ്പോൾ ഈ 3 ഘടകങ്ങളും ഒരുമിച്ച് ചേരുമ്പോൾ എന്തിനൊക്കെയാണ് ബെറ്റ്നോവേറ്റ് GM ഉപയോഗിക്കുന്നത് എന്ന് നോക്കാം. എക്സിമ. ചൊറിച്ചിലും ചുവന്ന പാടുകളും പൊട്ടലുകളും ഉണ്ടാകുന്ന എക്സിമ പോലുള്ള അവസ്ഥകൾക്ക് ഇത് ആശ്വാസം നൽകുന്നു. സോറിയാസിസ്. ചർമ്മത്തിൽ വെള്ളിനിറത്തിലുള്ള കട്ടിയുള്ള പാടുകൾ ഉണ്ടാകുന്ന സോറിയാസിസിന്റെ ചില മൈൽഡറായ അവസ്ഥകളിൽ ഇത് ഉപയോഗിക്കാം. ഡെർമറ്റൈറ്റിസ്. ചർമ്മത്തിലുണ്ടാകുന്ന വീക്കവും അസ്വസ്ഥതകളുമുള്ള ഡെർമറ്റൈറ്റിസ് രോഗങ്ങൾക്ക്. ഫംഗൽ ഇൻഫെക്ഷനുകൾ. റിംഗ്വേം, അത്ലീറ്റ്സ് ഫുഡ് പോലുള്ള ഫംഗസ് അണുബാധകൾക്ക്. ബാക്ടീരിയൽ ഇൻഫെക്ഷനുകൾ. ബാക്ടീരിയൽ ഇൻഫെക്ഷൻസ്. ചർമ്മത്തിലെ ചെറിയ ബാക്ടീരിയൽ അണുബാധകൾക്ക്. മിശ്രിത അണുബാധകൾ. ഒന്നിലധികം തരം അണുക്കൾ ഒരുമിച്ച് ചേരുമ്പോൾ ഉണ്ടാകുന്ന ചർമ്മ പ്രശ്നങ്ങൾക്ക്. ഇനി പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇത് എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത്? ആദ്യം ഡോക്ടറെ കാണുക. ഏറ്റവും പ്രധാനം, ഡോക്ടറുടെ നിർദ്ദേശമില്ലാതെ ഈ മരുന്ന് ഒരു കാരണവശാലും ഉപയോഗിക്കരുത്. നിങ്ങളുടെ ചർമ്മ പ്രശ്നം എന്താണെന്ന് ഡോക്ടർക്ക് മാത്രമേ കൃത്യമായി നിർണ്ണയിക്കാൻ കഴിയൂ. വൃത്തിയായി കഴുകുക. മരുന്ന് പുരട്ടുന്നതിനു മുൻപ് ആ ഭാഗം നന്നായി കഴുകി വൃത്തിയാക്കി ഉണക്കുക. നേരിയ പാളി. വളരെ കുറഞ്ഞ അളവിൽ ഒരു നേരിയ പാളി മാത്രം ബാധിച്ച സ്ഥലത്ത് പുരട്ടുക. അമിതമായി പുരട്ടുന്നത് നല്ലതല്ല. തടവരുത്. മരുന്ന് പുരട്ടിയ ശേഷം ശക്തിയായി തടവേണ്ട ആവശ്യമില്ല. മൃദുവായി പുരട്ടിവിടുക. ദിവസവും സാധാരണയായി ദിവസം 1-2 തവണയാണ് ഇത് പുരട്ടാൻ ഡോക്ടർമാർ നിർദ്ദേശിക്കുന്നത്. ദിവസങ്ങളുടെ എണ്ണം, എത്ര ദിവസം ഉപയോഗിക്കണം എന്നതും ഡോക്ടർ പറയും. സാധാരണയായി കുറഞ്ഞ ദിവസങ്ങളിലേക്ക് മാത്രമേ ഇത് ഉപയോഗിക്കാൻ പാടുള്ളൂ. ബെറ്റ്നോവേറ്റ് GM ഒരു മാന്ത്രിക മരുന്നല്ല. ഇത് ഉപയോഗിക്കുമ്പോൾ ചില കാര്യങ്ങൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അല്ലെങ്കിൽ ഗുണത്തേക്കാളേറെ ദോഷമുണ്ടാവാം. സ്വയം ചികിത്സയരുത്. ഒരിക്കലും സ്വയം ചികിത്സയ്ക്ക് ഇത് ഉപയോഗിക്കരുത്. ഇത് നിങ്ങളുടെ പ്രശ്നത്തെ കൂടുതൽ വഷളാക്കാം. കുട്ടികളിൽ ഉപയോഗിക്കുമ്പോൾ അതീവ ശ്രദ്ധ ആവശ്യമാണ്. ഡോക്ടറുടെ നിർദ്ദേശമില്ലാതെ ഒരു കാരണവശാലും ഉപയോഗിക്കരുത്. മുഖത്ത് ഉപയോഗിക്കുന്നത് വളരെ ശ്രദ്ധിച്ചു വേണം. കാരണം സ്റ്റിറോയിഡുകൾ മുഖത്തെ ചർമ്മത്തെ നേർത്തതാക്കാനും മറ്റു പ്രശ്നങ്ങൾ ഉണ്ടാക്കാനും സാധ്യതയുണ്ട്. തുടർച്ചയായ ഉപയോഗം, ദീർഘകാലം ഇത് ഉപയോഗിക്കുന്നത് നല്ലതല്ല. കാരണം ഇതിലുള്ള സ്റ്റിറോയിഡ് ചർമ്മത്തെ നേർത്തതാക്കാനും നിറം മാറ്റങ്ങൾ വരുത്താനും സ്ട്രെച്ച് മാർക്സ് ഉണ്ടാക്കാനും സാധ്യതയുണ്ട്. സൈഡ് എഫക്റ്റുകൾ. ചിലപ്പോൾ ചർമ്മത്തിൽ ചൊറിച്ചിൽ, ചുവന്ന പാടുകൾ, എരിച്ചിൽ തുടങ്ങിയ ചെറിയ സൈഡ് എഫക്റ്റുകൾ ഉണ്ടാവാം. അങ്ങനെയെങ്കിൽ ഉടൻ ഡോക്ടറെ സമീപിക്കുക. തുറന്ന മുറിവുകളിൽ, വലിയ തുറന്ന മുറിവുകളിലോ പൊള്ളലേറ്റ സ്ഥലത്തോ ഇത് ഉപയോഗിക്കരുത്. കണ്ണിൽ പോകാതിരിക്കാൻ ശ്രദ്ധിക്കുക. അങ്ങനെ സംഭവിച്ചാൽ ധാരാളം വെള്ളം ഉപയോഗിച്ച് കഴുകുക. ഗർഭാവസ്ഥയിലും മുലയൂട്ടുന്ന സമയത്തും ഗർഭിണികളും മുലയൂട്ടുന്ന അമ്മമാരും ഡോക്ടറുടെ നിർദ്ദേശമില്ലാതെ ഇത് ഉപയോഗിക്കരുത്. മറ്റുള്ളവരുമായി പങ്കുവെക്കരുത്. നിങ്ങളുടെ മരുന്ന് മറ്റൊരാൾക്ക് നൽകരുത്. അവരുടെ പ്രശ്നം വ്യത്യസ്തമായിരിക്കാം. ചില സാഹചര്യങ്ങളിൽ ബെറ്റ്നോവേറ്റ് GM ഉപയോഗിക്കാൻ പാടില്ല. ചിക്കൻ പോക്സ്, മീസിൽസ്, വൈറൽ അണുബാധകൾക്ക് ഇത് ഉപയോഗിക്കരുത്. മുഖക്കുരു, അഗ്നി. മുഖക്കുരുവിന് ഇത് ഫലപ്രദമല്ല. ചിലപ്പോൾ കൂടുതൽ വഷളാക്കാൻ സാധ്യതയുണ്ട്. ചർമ്മത്തിലെ ക്ഷയരോഗം, സ്കിൻ ട്യൂബർകുലോസിസ്. ഇത്തരം ഗുരുതരമായ അവസ്ഥകളിൽ ഇത് ഉപയോഗിക്കരുത്. മരുന്നിനോട് അലർജി. ഇതിലെ ഏതെങ്കിലും ഘടകങ്ങളോട് നിങ്ങൾക്ക് അലർജി ഉണ്ടെങ്കിൽ ഉപയോഗിക്കരുത്. അപ്പോൾ കൂട്ടുകാരെ, ബെറ്റ്നോവേറ്റ് GM ഓയിന്റ്മെന്റ് ഒരു മികച്ച മരുന്നാണ്. പക്ഷേ അത് ശരിയായ രീതിയിൽ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം ഉപയോഗിക്കുമ്പോൾ മാത്രം. ഒരുപാട് പേർ ഇതിനെ ഒരു സാധാരണ ക്രീമായി കരുതി തോന്നിയ പോലെ ഉപയോഗിക്കുന്നത് കണ്ടിട്ടുണ്ട്. അത് വളരെ അപകടകരമാണ്. ചർമ്മരോഗങ്ങൾക്ക് ചികിത്സ തേടുമ്പോൾ എപ്പോഴും ഒരു ഡോക്ടറെ സമീപിക്കുക എന്നതാണ് ഏറ്റവും സുരക്ഷിതമായ മാർഗം. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. നിങ്ങളുടെ സംശയങ്ങൾ ഒരു പരിധിവരെ മാറ്റിയെടുക്കാൻ ഇതിലൂടെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തീർച്ചയായും താഴെ കമന്റ് ചെയ്യുക. ഈ വിഷയത്തെക്കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും പുതിയ വിവരങ്ങൾ അറിയാമെങ്കിൽ അതും പങ്കുവെക്കാൻ മടിക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എനിക്ക് വളരെ വിലപ്പെട്ടതാണ്. അടുത്ത തവണ നിങ്ങൾ ബെറ്റ്നോവേറ്റ് GM ഓയിന്റ്മെന്റ് ഉപയോഗിക്കാൻ പോകുമ്പോൾ ഈ വീഡിയോയിലെ കാര്യങ്ങൾ ഒരു നിമിഷം ഓർക്കുന്നത് നന്നായിരിക്കും. കാരണം നമ്മുടെ ആരോഗ്യത്തിന് നമ്മൾ തന്നെയാണ് ഏറ്റവും വലിയ കാവൽക്കാർ.
അടുത്ത വീഡിയോയിൽ നമ്മൾ മറ്റൊരു വളരെ പ്രധാനപ്പെട്ടതും എന്നാൽ പലർക്കും തെറ്റിദ്ധാരണകളുള്ളതുമായ ഒരു മരുന്നിനെ കുറിച്ചായിരിക്കും സംസാരിക്കുന്നത്. അത് ഏതായിരിക്കുമെന്നറിയണ്ടേ? അതിനായി കാത്തിരിക്കുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഇതുപോലുള്ള കൂടുതൽ വിജ്ഞാനപ്രദമായ വീഡിയോകൾക്കായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണും വരെ എല്ലാവർക്കും ശുഭദിനം.